ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി കളറിൽ ഒരു സൂപ്പർ സ്നാക്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത പഴം എടുക്കണം. അതിനാണ് നല്ല മധുരം ഉണ്ടാവുക കേട്ടോ. നമ്മുടെ പിള്ളേർ പഴം കഴിക്കാത്ത പിള്ളേരുണ്ടാവും, അതുപോലെ ബീട്രൂട്ട് കഴിക്കാത്ത പിള്ളേരുണ്ടാവും. ഇത് രണ്ടും കഴിക്കാത്ത പിള്ളേരുടെ വയറ്റിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു വഴിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് പഴം നേരിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു പഴത്തിനെ ഞാൻ 3 സ്ലൈസായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല നീളത്തിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നടു മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം ഇതുപോലെ നല്ല തിന്നായിട്ട് നമ്മളിത്, നല്ല തിന്നല്ല നല്ല തിക്കുമല്ല, അതുപോലത്തെ പീസുകളായിട്ട് നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ ഈ സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി അടിച്ചു കൊടുക്കൂ കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോവും. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് 4 പഴം എടുത്തുകൊണ്ട് 3 കപ്പ് തന്നെ മൈദയുടെ ആവശ്യമുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ബീട്രൂട്ട് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് നല്ല കട്ടിയുള്ള ജ്യൂസാക്കിയിട്ട് എടുത്താണ് കേട്ടോ. അത് മുഴുവൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി മാവിനേക്കാളും കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നാൽ ആ പഴത്തിലൊക്കെ അത് നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. കണ്ടോ, കൈ വെച്ചിട്ട് ഇളക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം, ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പഴം ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കണ്ടോ, ഇതിപ്പോൾ നല്ല കട്ടിയുള്ള ബാറ്റർ ആയതുകൊണ്ട് ആ പഴത്തിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മുക്കിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ കൈ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ചിലപ്പോൾ മേത്തിക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡ് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോഴും ഇപ്പോഴത്തെ പിള്ളേർ ഇതുണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. തിരിച്ചിടുമ്പോഴും വെളിച്ചെണ്ണ നമ്മുടെ മേത്തേക്ക് തെറിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ വശവും ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൻ്റെയും ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി കളറായിട്ടുള്ള നല്ല പിങ്ക് കളറിലുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പം നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് എല്ലാം ഒരു പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു പേപ്പറിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലെ വെളിച്ചെണ്ണ എല്ലാ പേപ്പറും വലിച്ചെടുത്തോളൂ. കണ്ടോ, അടിപൊളി റെസിപ്പി അല്ലേ. എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലോ. അപ്പോൾ എല്ലാ അമ്മമാരും ഇത് നമ്മുടെ മക്കൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് കൈ ബാക്കിലേക്ക് തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.